മീനച്ചിലാറിന്റെ തീരം വ്യാപകമായി ഇടിയുന്നത് ആറിനോട് ചേർന്ന് താമസിക്കുന്ന വീടുകൾക്ക് ഭീഷണിയാകുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് തീരം കൂടുതലായി ഇടിഞ്ഞു തുടങ്ങിയത്. താഴത്തങ്ങാടി മുതൽ കാഞ്ഞിരം വെട്ടിക്കാട്ട് വരെയുള്ള ഭാഗമാണ് ഇടിയുന്നത്. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വന്നിടിച്ച് ആറിന്റെ വളവുള്ള ഭാഗത്തും ഒഴുക്കിന്റെ ശക്തിയിൽ മറ്റു ഭാഗങ്ങളിലെയും തീരം ഇടിയുന്നുണ്ട്. തീരമിടിച്ചിൽ മൂലം പല വീടുകളും അപകട ഭീഷണി നേരിടുന്നുണ്ട്. കാഞ്ഞിരം ചെറുവീട്ടിൽ രാജപ്പന്റെ വീടിന്റെ തൊട്ടടുത്ത് വരെ ആറിന്റെ തീരമിടിഞ്ഞെത്തി. ഏതു നിമിഷവും ഈ വീട് അപകടത്തിൽപ്പെടുമെന്ന അവസ്ഥയിലാണുള്ളത്. 5 വർഷമായി പല സർക്കാർ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങിയിട്ടും ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെന്നും ഇതിന് പരിഹാരമായി കൽക്കെട്ട് കെട്ടി തീരമിടിയാതെ വീടിനെ എത്രയും വേഗം സുരക്ഷിതമാക്കണമെന്ന് പൊതുപ്രവർത്തകൻ റെജി കാഞ്ഞിരം പറയുന്നു. 5 വർഷമായിട്ട് പരാതികളും കാര്യങ്ങളുമായിട്ട് ഇവർ ചെന്നിട്ടും ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചിലവിന് കാര്യം ഇത് എത്ര മീറ്റർ നമുക്ക് കെട്ടേണ്ടി വരും? പറയാനൊരു പ്രപ്പോസൽ വയ്ക്കുകയാണെങ്കിൽ എത്ര ദൂരം വേണ്ടി വരും? ദൂരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 6 മീറ്റർ കെട്ടണം. 6 മീറ്ററും വേണ്ടെന്നേ. ഇവരുടെ സ്ഥലം പൊക്കോട്ടെ, ഇവർക്ക് സ്ഥലം പൊക്കോട്ടെ, അവർക്ക് പ്രശ്നമില്ല. ഒരു കൽക്കെട്ട് കെട്ടുവാണെങ്കിൽ അതൊരു ബലമാണ്. അത്ര സ്ഥലം വേണ്ട. ഇത് അകത്തോട്ട് കയറ്റി ഇനി കെട്ടുമൊന്നും വേണ്ട. അത് കെട്ട് നടക്കുന്ന കാര്യവുമല്ല. കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കെത്തുമ്പോൾ ആറിന്റെ തീരം കൂടുതൽ ഇടിഞ്ഞു പോകുന്നുണ്ട്. MLAക്കും കളക്ടർക്കും അടക്കം നിവേദനം നൽകിയിട്ടും ഒരു പ്രയോജനമുണ്ടായിട്ടില്ലെന്നും കൽക്കെട്ട് നിർമ്മിച്ചു നൽകിയില്ലെങ്കിലും തെങ്ങിൻ കുറ്റിയടിച്ച് മണ്ണിൽ ചാക്കിറക്കി തരണമെന്ന് സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് വീടിന്റെ ഉടമയായ രാജപ്പൻ. സമീപത്തെ വീട്ടുകാരുടെ ഉൾപ്പെടെ 5 സെന്റ് സ്ഥലം ഇവർക്ക് നഷ്ടമായിട്ടുണ്ട്. തന്റെ മകനും ഭാര്യയ്ക്കും കൊച്ചുമക്കൾക്കെങ്കിലും പേടിക്കാതെ കിടക്കണമെന്നാണ് രാജപ്പൻ പറയുന്നത്. പലർക്കും അപേക്ഷ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് ഒരു തീരുമാനം ഉണ്ടായില്ല. ഞാൻ അതിന് വല്ലയിടത്തുനിന്ന് മുള മേടിച്ചുകൊണ്ട് വന്ന് തല്ലിത്താക്കുക. മുള മേടിച്ച് താത്ത് കഴിയുമ്പോൾ അടുത്ത വെള്ളപ്പൊക്കത്തിന് ഇതെല്ലാം കൂടെ ആറ്റോട്ട് ഇടിഞ്ഞു പോവുക. സർക്കാർ എനിക്ക് ഒരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ കുറച്ച് തെങ്ങ് മേടിച്ച് അടിച്ച് അതിനകത്ത് മണ്ണിൻ ചാക്കെങ്കിലും കല്ല് കെട്ടിത്തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. മണ്ണിൻ ചാക്കെങ്കിലും ഇറക്കി തരുവാണെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെക്കും എൻ്റെ പിള്ളേർക്കും സുഖമായി താമസിക്കാമെന്ന് മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. തീരസംരക്ഷണത്തിന് നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും സർക്കാർ നടപടി എടുക്കുന്നില്ലെന്നാണ് പരാതി. ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോഴും തീരമിടിച്ചിൽ വ്യാപകമാകുന്നത് തീരവാസികളെ ഭീതിയിലാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.